അതാണ് എബ്രിച്ചേൻ്റെ വേറൊരു കഴിവ്. ഇപ്പോൾ നമ്മൾ എന്താ സാധാരണ എനിക്ക് മടിയുള്ള ആളാണ്, എനിക്ക് രാവിലെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, രാത്രി എത്ര നേരം വേണം ഇരിക്കും, പക്ഷെ രാവിലെ എണീക്കൂല. പക്ഷെ ഈ സിനിമയുടെ ഷൂട്ടിൽ ഞാൻ രാവിലെ 5:30 ആകുമ്പോൾ എണീക്കും, 6 മണിക്ക് സെറ്റിലെത്തും. ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നമുക്ക് ചെയ്യാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. ടെൻഷൻ ആവരുത്, നീ സമയം എടുക്കും, നീ എന്താ പറയുക ബാക്ക് ഓഫ് ചെയ്ത് പോവരുത്. പക്ഷെ എനിക്ക് എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് അപ്പൊ ഞാനവിടെ ഷൂട്ടിനാണെങ്കിൽ ഫസ്റ്റ് ദിവസം ചെന്ന് ഈ സെയിം ഡയലോഗ്, രണ്ടാമത്തെ ദിവസം ഈ സെയിം ഡയലോഗ്, അവസാനം ക്യാമറ ചേട്ടന്മാർ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു നീ അവിടെ തെറ്റിച്ചു ഈ ഡയലോഗ് പറയേണ്ടിരുന്നത്. സ്ത്രീകൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഒന്നാമത് A സർട്ടിഫൈഡ് ആണ്. അപ്പൊ ഇപ്പൊ ചില റിവ്യൂസ് പറയുമ്പോഴും പറയാറുണ്ട്, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇപ്പൊ ഇത് കാണുന്ന ഒരാൾ ഇപ്പൊ ഒരു സിനിമ കണ്ടു, തിയേറ്ററിനുള്ളിൽ കയറി ഫുൾ ചിരിച്ചിട്ടുണ്ടാവും, പക്ഷെ പുറത്തിറങ്ങി വന്നിട്ട് ഇതത്ര ശരിയായില്ല കേട്ടോ, അങ്ങനെ വേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ടി സ്റ്റുഡിയോയിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്പാ എന്ന മൂവിയിലൂടെ തൻ്റെ സിനിമാ ജീവിതം സ്റ്റാർട്ട് ചെയ്ത ആക്ട്രസ് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി, വെൽക്കം ടു ടി സ്റ്റുഡിയോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ സ്പായാണ് പുതിയ വിശേഷം അല്ലേ? അതെ. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഫിലിം തന്നെ ഒരു അഡൽട്ട് കോമഡി മൂവി, ഒരു ജോണറിൽ വരുന്നൊരു മൂവിയാണ് ചെയ്തിരിക്കുന്നത്. എബ്രിച്ചേൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിനിമയുടെ കാസ്റ്റിൽ നിന്ന് ഒരുപാട് പേര് പിന്മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജോണർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ജോണർ ചെയ്യുമ്പോൾ ഓഡിയൻസ് അതിന് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ഇത് ചെയ്തപ്പോൾ, സിനിമ ചെയ്തപ്പോൾ? എനിക്ക് അങ്ങനത്തെ ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കേസ് എന്നെ വിളിക്കുന്നത് എബ്രിച്ചൈനാണ്. അപ്പോൾ നമുക്ക് ആ ആളോട് ട്രസ്റ്റ് ഉണ്ടല്ലോ, അതായത് ആളുടെ മുമ്പത്തെ ഏത് ഫിലിം എടുത്തപ്പോൾ മഹാവീരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിലിമാണ്. അപ്പോൾ ആള് ഒരു സംഭവം എന്താ പറയുക പോർട്രേ ചെയ്യുന്നത് ഒരിക്കലും ഒരു A പടമാണെങ്കിൽ പോലും, ഒരു A സർട്ടിഫൈഡ് കിട്ടിയൊരു പടമാണെങ്കിൽ പോലും അതൊരു ഭയങ്കര ഒരു മോശമായിട്ടോ ഒരു വൾഗറായിട്ടോ, ഇപ്പം ഇതിലൊരു ഇറോട്ടിക് സീൻ പോലും ഇല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിലത്തെ ഓരോരോ സീനും അവർ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രാൻഡിനുള്ള ട്രസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓൾറെഡി ഞാൻ ആളുടെ ഒരു ഫാനാന്ന് പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക, എൻ്റെ എല്ലാ ഫിലിമും ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഒന്നാമത് കുറേ ചിരിച്ചേക്കുന്ന ഒരു സംഭവമാണ് 1980. ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടുണ്ട് അതിന്റെ ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട്. ഞങ്ങൾ ഈ അടുത്തും പിന്നെ ഇരുന്ന് കണ്ടു, കാരണം നമുക്കത് റീവാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറേ സിനിമകൾ. പിന്നെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഓഡിഷന് വിളിക്കുമ്പോൾ, 2 പ്രാവശ്യം വിളിച്ചു, ലൈക്ക് 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ആളെ. ഞാൻ സത്യം പറഞ്ഞ ചാൻസ് ചോദിച്ചു, നമ്മൾ ചോദിക്കുമല്ലോ ഒബ്വിയസ്ലി, എൻ്റെ ഫസ്റ്റ് ഫിലിം, അപ്പോൾ എല്ലാവരും നമ്മൾ ചാൻസ് ചോദിക്കും. പിന്നെ എൻ്റെ മറിമായത്തിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ ഓക്കെ നീ ഡയറക്റ്റ് വായോ എന്ന് പറഞ്ഞു, നേരെ സെറ്റിലേക്ക് ഞാൻ ചെല്ലുന്നത്. അതിന് മുമ്പ് ഒരു ദിവസം നമുക്ക് ഉണ്ടായിരുന്നു ഒരു ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ, നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാനുണ്ടായിരുന്നു. നേരെ സെറ്റിൽ ചെന്നു, അപ്പോഴും എനിക്കറിയില്ല ഞാനിതിൽ സെലക്ട് ആയോ എന്തോന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെയാണ് സാറ് പറഞ്ഞത് നീ ചെയ്തു, നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 30-35 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനത്തെ ഒരു ഡയറക്ടർ നമ്മളെ വിളിക്കുക. എൻ്റെ ഒരു ഡെബ്യൂ മൂവി ഈ ഒരു ഇത്രയും വലിയൊരു ഡയറക്ടറിന്റെ കൂടെ, ഇത്രയും സിനിമ കണ്ടില്ലേ, ഇത്രയും ക്രൂ ഉണ്ട് ഇതിൽ, എല്ലാം സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ്. അപ്പം അവരുടെ കൂടെ നമുക്കൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ള വലിയ കാര്യമാണ്. അപ്പോൾ നമുക്കൊരു A സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ പോലും എബ്രിച്ചൈനാണ് എടുക്കുന്നത്, അപ്പോൾ അതൊരു മോശമായിരിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ജെന്യുവൻ ആയിട്ട് എന്താണോ അത് ആ ഒരു സ്ഥലത്ത് സംഭവിക്കുന്നത് അത് കറക്റ്റായിട്ട് അവിടെ പോർട്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ലൈഫിലെ ഏതൊരു മൊമെൻറ്റിൽ ആണ് റിയലൈസ് ചെയ്തത് ശരിക്കും ആക്ടിങ് ആണ് എൻ്റെ പ്രൊഫഷൻ, പാഷൻ എന്ന്? സത്യം പറഞ്ഞാൽ ഇപ്പോഴും റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നോ ശരിക്കും? അൺഎക്സ്പെക്റ്റഡ്. എനിക്ക് എന്താ പറയുക, സിനിമേനേക്കാൾ ഉപരി എനിക്ക് മീഡിയ, ഇപ്പൊ സംസാരിക്കുക, ഇപ്പൊ ഞാൻ പറഞ്ഞ RJ VJ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ബോറടി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് സീരിയസ് ഒന്നും പറ്റില്ല, പറ്റില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാൻ അത്രയും സന്തോഷം സംസാരിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു ഞാൻ പഠിക്കാൻ വേണ്ടി ജർമ്മനി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്താ പറയുക, അവിടുത്തെ ദുരിതപൂർണ്ണമായ ജീവിതത്തിൽ ഞാൻ ആലോചിച്ചു ഞാൻ എന്തിനാ ഇങ്ങനെ പണി എടുക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ള സാധനം എല്ലാം ഞാൻ ചെയ്യുന്നത്. പിന്നെ അവിടെ ഓൾറെഡി IT-ലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 3 വർഷത്തോളം. ആ ഒരു ഓഫീസ് ജോബും എനിക്ക് ഇഷ്ടമല്ല, കാരണം ഒരേ റുട്ടീൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക മടുപ്പായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം, ഞാൻ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചോദിക്കാം നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും നാളും എന്താ പറയുക നമ്മൾ ചുമ്മാ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു, അറ്റ്ലീസ്റ്റ് നമുക്കൊരു കുറച്ച് നാൾ നമുക്ക് ഇഷ്ടം ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെന്താ ഒക്കെ തിരിച്ചു പോവാം. അങ്ങനത്തെ ഒരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ ഞാൻ ആലോചിച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആലോചിച്ചു നമ്മൾ എങ്ങനെ തുടങ്ങും, നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നീ ഇങ്ങനെ ട്രൈ ചെയ്യും, ഓഡീഷൻസിൻ്റെ പേജൊക്കെ ഫോളോ ചെയ്യും, ഓഡീഷൻസിന് അയക്കി, പെർഫോമൻസ് വീഡിയോ എടുത്ത് വെക്കി, അങ്ങനെയൊക്കെ ഓരോരുത്തർ ഗൈഡ് ചെയ്ത് അവസാനം എങ്ങനെയോ ഒരു ഭാഗ്യത്തിൽ മറിമായത്തിൽ കയറാൻ പറ്റി. അത് മറിമായത്തിൽ വിനോദ് കോവൂർ ഉണ്ട്, വിനോദേട്ടൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരനാണ് ഒരു ദിവസം സ്നേഹ ചേച്ചി ഇല്ലാത്തൊരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരി ഇല്ല, നിനക്ക് പെട്ടെന്ന് വരാൻ പറ്റുമെങ്കിൽ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ വരാം എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് നമുക്ക് സീൻ തന്നു, നമുക്ക് കുഴപ്പമില്ല, ഇത്രയും ആൾക്കാർ, നമ്മൾ ഇത്ര നാൾ ടി വിയിൽ കണ്ട ആൾക്കാരോട് നമുക്ക് ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു ക്യാമറയിൽ മുമ്പിൽ ചെയ്യാം. പക്ഷെ എനിക്കത് ഓക്കെ, നമ്മളുടെ ഭാഷ തന്നെ മതി, നമ്മളുടെ സ്ലാങ് തന്നെ മതി, അതൊന്നും വ്യത്യാസമില്ല. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടായി നമ്മൾ. അപ്പോൾ ഓക്കെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഓരോ ദിവസം ഓരോ ക്യാരക്ടർ ചെയ്യണു, ഒരു ദിവസം ടീച്ചറാണ്, ഒരു ദിവസം വേറൊരു ക്യാരക്ടർ. അപ്പോൾ നമുക്ക് ഓക്കെ ഇത് കൊള്ളാം, നമുക്ക് ബോറടി ഇല്ലാതെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഷൈൻ സാറിൻ്റെ കോള് വരുന്നത്. അപ്പം ഞാൻ ഡബിൾ ഹാപ്പി, ഓക്കെ അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. ഇപ്പം മറിമായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മറിമായം ക്രൂവിൻ്റെ ഒപ്പമുള്ള ഒരു വർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡേ അവിടെ ചെന്നപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് അറിയേണ്ടത് എന്താ ചെയ്യാൻ പോകുന്നത് പോലും അറിയില്ല. അപ്പോൾ വിനോദേട്ടൻ ഓൾറെഡി പറഞ്ഞു തന്നു ഇങ്ങനെയാണ്. അപ്പോൾ ഇവർ സ്ക്രിപ്റ്റ് അയക്കുന്നത് എന്താ പറയുക, ചിലപ്പോൾ ഒരു ഓഡിയോ ആയിട്ടായിരിക്കും അയക്കുക, ഇന്നതാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ത്രെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സ്ക്രിപ്റ്റ് വായിക്കും. ഡയലോഗ്സ് അങ്ങനെ ഭയങ്കര ഇലാബറേറ്റ് ഡയലോഗ് ഒന്നുമില്ല. അപ്പോൾ മേ ബി ഒരു ഒറ്റ പേജിൽ സ്ക്രിപ്റ്റ് അയക്കുക, നമ്മൾ ഒരുമിച്ചിരുന്ന് സ്ക്രിപ്റ്റ് വായിക്കും, അല്ലെങ്കിൽ ഒരു ഓഡിയോ ആയിട്ടായിരിക്കും അയക്കുക, ഇന്നതാണെന്ന് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് ഇതാണ്. പിന്നെ നമ്മൾ സെറ്റ് ചെന്ന് ഓരോ ഷോട്ട് എടുക്കുമ്പോഴാണ് അവിടുത്തെ ആളുകൾ, അതായത് ഇപ്പോൾ ബാക്കി ഇപ്പോൾ വിനോദേട്ടനാണെങ്കിലും ബാക്കി റിയാസ്ക എല്ലാവരും ഉണ്ടല്ലോ, അവരൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഷോട്ടിന് മുമ്പ് നമുക്കൊന്ന് റിഹേഴ്സൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ ഷോട്ടിലുള്ള ആളുകൾ ഇരുന്നിട്ട് ഇതിരുന്ന് ഇംപ്രൂവൈസ് ചെയ്യും, ആ സ്പോട്ടിൽ ഇംപ്രൂവൈസ് ചെയ്യുന്നത്. അപ്പം ഞാനൊക്കെ ചോദിക്കും ഞാനിവിടെ എന്താ പറയണ്ടത്, അപ്പം എനിക്ക് പറഞ്ഞിരുന്നു ഇത് പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെയാണ് അവിടെ ഇംപ്രൂവൈസേഷൻ ആണ്, അല്ലാതെ നമുക്ക് പ്രോപ്പർ സ്ക്രിപ്റ്റ് ഒന്നുമില്ല. ഇപ്പം അവിടെ എന്തെങ്കിലും പെട്ടെന്നൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതിനൊരു റിയാക്ട് ചെയ്യും. അപ്പം അതും നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മളും തിരിച്ച് അതിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ്. അതല്ലാണ്ട് നമുക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ആ ഒരു സ്പോട്ടിൽ ഇംപ്രൂവൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ആദ്യമേ എങ്ങനെ ഇരുന്നത്? ആദ്യം എങ്ങനെ വെച്ചാൽ ആദ്യം ഞാൻ ഒന്നും മിണ്ടില്ല. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ കണ്ടാലും അറിയാം ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ തന്നെ പറയും നോക്കി നീ ഇങ്ങനെ പറഞ്ഞോ. ആദ്യമൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു നീ ഇത് പറഞ്ഞു, ഞാൻ നിന്റെ പേര് വിളിക്കാം അപ്പം നീ ഇത് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക അവർ. ആ ബാക്കി ശ്രീ പറയട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു ചാൻസ് കിട്ടും. പിന്നെ നമുക്കതിനോട് കുറച്ചൊക്കെ കേട്ടോ, ഒരുപാടൊന്നും ആയിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ യൂസ്ഡ് ആയി. ഇപ്പം നമ്മൾ എന്ത് കയ്യിൽ നിന്നെടുത്ത് പറഞ്ഞാലും അവരതിന് തിരിച്ച് പറഞ്ഞോളും എന്നൊരു സംഭവം വന്നുകൊണ്ട് നമ്മൾ അതിലങ്ങ് പിന്നെ യൂസ്ഡായി ജീവിക്കാൻ തുടങ്ങി. സത്യം, നമുക്കിപ്പോൾ ടെൻഷനില്ല എന്ത് പറയും എന്നുള്ളത്. ഇപ്പൊ സിനിമയിലെ ക്യാരക്ടർ ആണെങ്കിലും തന്നെ ഒരു അഭിനയ മൂവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ സിനിമയുടെ പോസ്റ്ററിന്റെ ഫ്രണ്ടിൽ നിന്നൊരു പിക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെ എത്രമാത്രം ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്തു? കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും സിനിമേനെ ഇഷ്ടപ്പെട്ട് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുക ഫസ്റ്റ് ഫിലിം ചെയ്തിട്ട്, ആ ഒരു മൊമെന്റ് എത്രമാത്രം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാനിതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഷൈൻ സാറ് വിളിക്കുക എന്നുള്ളത് എൻ്റെ ഭാഗ്യം. കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിന് ഒരുപാട് ആളുകളുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് സിനിമ ആഗ്രഹിച്ച് സിനിമ സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുള്ള ജോലി വിട്ട് ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ജർമ്മനി നിർത്തി വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നീ തുടക്കം ടെൻഷൻ ആവരുത്, നീ സമയം എടുക്കും, നീ എന്താ പറയുക ബാക്ക് ഓഫ് ചെയ്ത് പോവരുത്. പക്ഷേ എനിക്ക് എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് എന്തൊരു ദൈവഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഓരോരോ ചാൻസ് ഇങ്ങനെ കിട്ടി വരുന്നു. അപ്പോൾ ഈ ഷൈൻ സാറ് വിളിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മറ്റേ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു ബാക്കിയെല്ലാം എനിക്ക് ബോണസാ. ഞാൻ എന്തിടുമ്പോഴും എൻ്റെ ഫസ്റ്റ് പോസ്റ്റർ, ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ, ഇതെൻ്റെ ഫസ്റ്റ് പ്രസ് മീറ്റ്, ഇങ്ങനെ എല്ലാം എൻ്റെ ഫസ്റ്റ്. ഇപ്പം ഈ ഇൻ്റർവ്യൂ എൻ്റെ ഫസ്റ്റ് സോളോ ഇൻ്റർവ്യൂ, ഇതെല്ലാം എനിക്ക് പ്ലസ് പോയിന്റാ. അപ്പം നമ്മൾ എൻ്റെ ഒരു ഫോട്ടോ ഇപ്പം എൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ കൊടുങ്ങല്ലൂർ നിൻ്റെ പോസ്റ്റർ കണ്ടു, ഇങ്ങനെ ആളുകൾ കണ്ടു വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്രയും ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലാണ് ഞാനിപ്പോൾ എന്താ പറയുക അത് എക്സ്പീരിയൻസ് ചെയ്തത് സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഇതിൽ എന്ത് സംഭവിച്ചാലും ഇപ്പോൾ തിയേറ്റർ വിസിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, പിന്നെ ഇതിൽ അഭിനയിച്ച ആളുകൾ വരുന്നു, ഇത് ഞങ്ങൾ അങ്ങോട്ട് പോയി എല്ലാവരും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഫീല് ഭയങ്കര ഫീലാണത്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് ഇപ്പം സിനിമ മോഹിച്ച് വരുന്നവരുടെ ഇപ്പം പേരൻസ് ആണെങ്കിൽ കൂടെ ഫ്രണ്ട്സ് ആണെങ്കിലും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി കാണിക്കണം. ആ ഒരു സ്ഥലത്ത് നമ്മൾ എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്ത് കാണിച്ചാൽ മാത്രമേ അവരത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരിതുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും അവർ സക്സസ് ആയി എന്നുള്ളൊരു തോട്ട് വരുന്നത്. ഇപ്പോൾ ഒരു ന്യൂ
ഫേസ് അല്ല ഒരു അപ്കമിങ് ആയിട്ടുള്ള ഒരു ന്യൂ ഫേസ് എന്ന നിലയിൽ ശരിക്കും നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് ആരായിരുന്നു? ഇൻസ്പയർ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും ഇപ്പോൾ ഒന്നും പറയണ്ട, നമ്മളുടെ സ്പായിലത്തെ ആളുകളെ എടുക്കാം, അവരൊക്കെ എല്ലാം സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. ഇപ്പൊ ശ്രീകാന്ത് ഏട്ടനാണെങ്കിലും പ്രശാന്ത് ഏട്ടനാണെങ്കിലും ദിനേശ് ഏട്ടനാണെങ്കിലും മേജർ രവി സാറാണെങ്കിലും അശ്വിനി. ഞാൻ ശരിക്കും അവരുടെ എല്ലാ സിനിമകളും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ അവരുടെ എല്ലാം പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ അമ്പരന്ന് പോയതാണ്. ഇത് നമ്മൾ പറഞ്ഞു എന്താ പറയാ, ഇവര് എക്സ്പ്രഷൻസ് കൊണ്ടാണ് എല്ലാം കൺവേ ചെയ്യുന്നത്. അത് അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഇതിന്റെ ഓരോ സീനും നമ്മളിങ്ങനെ, അതാണ് എബ്രിറ്റൈൻ്റെ വേറൊരു കഴിവ്. ഇപ്പൊ നമ്മള് എന്താ സാധാരണ എനിക്ക് മടിയുള്ള ആളാണ്, എനിക്ക് രാവിലെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, രാത്രി എത്ര നേരം വേണമായിരിക്കും, പക്ഷെ രാവിലെ എണീക്കൂല. പക്ഷെ ഈ സിനിമയുടെ ഷൂട്ടിൽ ഞാൻ രാവിലെ 5:30 ആകുമ്പോൾ എണീക്കും, 6 മണിക്ക് സെറ്റിലെത്തും. ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നമുക്ക് ചെയ്യാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഷൈൻ സാർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ എന്റെ സീൻ കഴിഞ്ഞാൽ നമുക്ക് മാറിയിരിക്കാം, വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ ചിലരും എന്താ പറയാ എല്ലാവരും പോയിരിക്കും, ക്യാരവാനിൽ പോയിരിക്കാം. പക്ഷെ നമ്മൾ ഫുൾ ക്രൂ അവിടെ നിന്ന് ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ ഫുള്ളിനെ കണ്ടുകൊണ്ടിരിക്കുക, അവരെങ്ങനെയാ പെർഫോം ചെയ്യുന്നത്. ഞാൻ അലക്ക് ഇതിപ്പോ എനിക്ക് കിട്ടി ഞാൻ എന്താ ചെയ്യുക, പക്ഷെ ഇവർക്ക് കിട്ടുമ്പോൾ ഇവർ എന്താ അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് പറയും. അപ്പൊ ഇതിന്റെ എല്ലാ സീനും ഞാൻ തൊട്ടടുത്തിരുന്ന് കണ്ടിട്ടുണ്ട് ഇവരെന്താ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇവരുടെ അടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ ഷൈൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആവണം. കാരണം ഇപ്പൊ കോമഡി വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ജഗതിച്ചേട്ടനൊക്കെ ചെയ്യണമെന്നില്ലേ, അതിന്റെ അപ്പൊ അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവരെ കണ്ട് പഠിച്ച് അപ്പൊ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവണം. ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും. ഓക്കെ നീ ഇങ്ങനെ ചെയ്ത് നോക്ക്, നീ ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇവരെന്നെ നമുക്ക് പഠിപ്പിച്ചു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഞാനൊരു ഷോട്ട് എടുത്തപ്പോ അത് സമയം കഴിയാറായി, 9 മണിയൊക്കെ 9:30 നമുക്ക് നമ്മൾ പാക്കപ്പ് പോകും, ആ ദിവസം കഴിയും. അപ്പൊ 9 മണിയായപ്പോഴേക്കും സീനിയർ ആക്ടറിന്റെ കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് കോമഡി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ 1 തവണ പോകും 2 തവണ പോകും, എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ദൈവമേ. പക്ഷെ എന്തായാലും പറഞ്ഞു പേടിക്കണ്ട, നമുക്ക് ഇനിയും ഇത് എന്താ പറയുക ഇന്നത്തെ ദിവസം തീരെ എനിക്ക് സമയമുണ്ട്, നീ അത്ര ടേക്ക് വേണമെങ്കിലും എടുത്തു. അപ്പൊ ഞാൻ ഇവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ ഈ സീനിയർ ആക്ടേഴ്സ് നമ്മൾ കാരണം. പക്ഷെ അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ പിന്നെയും നീ ഇങ്ങനെ ചെയ്ത് നോക്കുക, അപ്പൊ ശരിയാവും, നീ ടെൻഷൻ ആവണ്ട. എനിക്ക് ഇവർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ ന്യൂ കമറാണ് എന്നാൽ പോലും എന്താ പറയാ അവർ അത്രയും കംഫർട്ട് ആക്കി അങ്ങനെ നമുക്ക് ചെയ്യാം. കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എത്രമാത്രം കംഫർട്ട് ആയിട്ട് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പൊ പ്രചോദേട്ടൻ ഉണ്ടായിരുന്നു സെറ്റില്, പ്രചോദേട്ടനും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അപ്പൊ എല്ലാ സീനിയർ ആക്ടേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇപ്പോ നമ്മൾ ചെല്ലുന്ന ആ ഒരു ഫസ്റ്റ് ഷൂട്ടിന് ചെല്ലുന്ന സമയം തൊട്ട് അവരുടെ ഒപ്പം വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇംപ്രൂവൈസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഏതെങ്കിലും സ്പെസിഫിക് സീനില്? ഒരു സീനിൽ ഉണ്ടായിരുന്നു, അതിപ്പോ സിനിമ കണ്ടാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം എന്താ പറയാ എന്റെ സെയിം സാധനം തന്നെയാണല്ലോ പോകുന്നത്. പക്ഷെ അതില് ആ സമയത്ത് നമ്മൾ ഇംപ്രൂവൈസ് ചെയ്ത സാധനമാണ് അത് ഞാനായിട്ട് ഇംപ്രൂവൈസ് ചെയ്തതല്ല, സാറായിട്ട് പറഞ്ഞു നീ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് അപ്പൊ നല്ലതായിരിക്കും എന്നുള്ളത്. എന്നാൽ ഞാൻ 2 ടേക്ക് പോയി, എന്നാൽ എങ്ങനെയൊക്കെ അത് ചെയ്തു. ഞാനെല്ലാം പറയാൻ വന്നിപ്പോ ഇതില് സെയിം ഡയലോഗ് തന്നെ കുറേ ഇടത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ആ ഡയലോഗ് സെയിം പിന്നെ റിപ്പീറ്റ് അടിച്ച് പറയുമ്പോൾ നമുക്കത് ബോറടിക്കുന്നില്ല, ഒരു ഫ്രഷ്നെസ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരണമെന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇത് ആക്ച്വലി നമ്മള് ഇപ്പൊ ഒരു സ്പായിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനാണ് ഇവരെ എത്തിക്കുന്നത്, ഇത് പറയാൻ പറ്റുമോ? ഞാനൊരു റിസപ്ഷനിസ്റ്റ് ആണല്ലോ. അപ്പൊ ഒരു റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിപ്പോ ഏത് ക്ലയന്റ് വന്നാലും ആര് വന്നാലും സെയിം സാധനം തന്നെ പറയുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതിനാണ് പറയുന്നത്. പിന്നെ അതിൽ മാറ്റം വരുന്നത് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ റിയാക്ഷൻ ആണ് വരുന്നത്. ഇതിപ്പോ ഒരാള് ഡിഫറെന്റ് ആയിരിക്കും നമ്മളോട് തിരിച്ചു ചോദിക്കുക, അതിനനുസരിച്ചാണ് ഡയലോഗിൽ മാറ്റം വരിക. ബാക്കിയെല്ലാം സെയിം തന്നെയാ. അപ്പൊ ഞാനവിടെ ഷൂട്ടിനാണെങ്കിൽ ഫസ്റ്റ് ദിവസം ചെന്ന് ഈ സെയിം ഡയലോഗ്, 2ാമത്തെ ദിവസം സെയിം ഡയലോഗ്, അവസാനം ക്യാമറ ചേട്ടന്മാര് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു നീ അവിടെ തെറ്റിച്ചു ഈ ഡയലോഗ് എന്ന് പറയേണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു. എല്ലാരും തിരിച്ചു പറയാം, അവരൊക്കെ പഠിച്ചു. അത് ഇതിന്റെ അകത്താണെങ്കിലും അങ്ങനെ ഒരു മൊമെന്റ് പറയുന്നുണ്ടല്ലോ, ഇത് വരുന്നുണ്ട്. അത് നന്നായി ആ ഡയലോഗ് ഉള്ളത്, അതുകൊണ്ട് ബാക്കി ആരും ചോദിച്ചാലും ഇത് അയച്ചു കൊടുത്താൽ മതി. ഇപ്പം ആസ് ആൻ ഓഡിയൻസ് ഈ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ സ്പാ വിസിറ്റ് ചെയ്ത ഒരുപാട് ക്ലൈംസ് ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്, അതിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു ക്ലൈം ചെയ്തായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദിനേശ് ചേട്ടൻ്റെ ആയിരിക്കും. അത് ദിനേശ് ചേട്ടൻ ഇഷ്ടമാവാൻ കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി വരുമ്പോൾ നമുക്കത് കണ്ണടച്ച് കേട്ടല്ലോ അറിയാം ദിനേശ് ചേട്ടനാണ് എത്തിയേക്കുന്നത് എന്നുള്ളത്. പുള്ളിക്കാരൻ്റെ അടുത്താണ് നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആള് പണ്ടത്തെ സിനിമയിലുള്ള ഓരോ കഥകളിരുന്ന് പറയും സെറ്റില്. അപ്പോൾ നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയില്ല ഇത്രയും അടിപൊളിയായിട്ടാണ് ഈ സീൻ ഡെവലപ്പ് ചെയ്ത് പോണേന്നുള്ളത്. പക്ഷെ ഇത് നമ്മൾ തിയേറ്ററിൽ ഇത്രയും ഓഡിയൻസിലൂടെ കണ്ടപ്പോൾ ആളെ കാണുമ്പോഴേ ഇപ്പൊ ചിരി വരും. ഞങ്ങളിപ്പോ ദിനേശ് ചേട്ടൻ വിളിക്കാറില്ല, സുഗുണ 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 എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ വിളിക്കാറുള്ളത്.
അയ്യോ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച മലയാളമൊക്കെ എടുത്തിട്ട് ശരിക്കും നമ്മൾ വണ്ടർ അടിച്ചു പോയി. ആ ഒരു സീനായിരുന്നു എല്ലാവരും കൂടുതലും തിയേറ്ററിൽ കൈയടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സിനിമ ഇതിലെ മെയിൻ ഫേസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളാണ്. അപ്പോൾ ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴാണെങ്കിലും കുറച്ച് സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഓഡിയൻസ് ആയിട്ട് ഇതിൽ വരേണ്ടത് സ്ത്രീകളാണെന്ന് എനിക്ക് കൂടുതൽ തോന്നി. അങ്ങനെ ശ്രീലക്ഷ്മിയുടെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? ഇത് ആക്ച്വലി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പൊ സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒന്നാമത് A സർട്ടിഫൈഡ് ആണ്. അപ്പൊ ഇപ്പൊ ചില റിവ്യൂസ് പറയുമ്പോഴും പറയാറുണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇപ്പൊ ഇത് കാണുന്ന ഒരാൾ ഇപ്പൊ ഒരു സിനിമ കണ്ടു, തിയേറ്ററിനുള്ളിൽ കയറി ഫുൾ ചിരിച്ചിട്ടുണ്ടാവും. പക്ഷെ പുറത്തിറങ്ങി വന്നിട്ട് ഇതത്ര ശരിയായില്ല കേട്ടോ, അങ്ങനെ വേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് ഫുൾ എൻജോയ് ചെയ്തു. പക്ഷെ എന്നാ പുറത്ത് വന്നിട്ട് അത് നെഗറ്റീവ് പറയുന്ന കുറെ ആളുകളുണ്ടാവും. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്കൊരു പേടി ഉണ്ടാവും. A സർട്ടിഫൈഡ് ആണ്, ഇപ്പം ഞാൻ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ്, ഇത് വേണോ എന്നൊരു മടി ഉണ്ടാവും. പക്ഷേ എനിക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു A സർട്ടിഫൈഡ് പടമാണെന്ന് പറഞ്ഞിട്ട് ഇതൊരു ഇറോട്ടിക് സീൻസോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇറോട്ടിക് സീൻസോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള വൾഗാരിറ്റിയോ ഒന്നും കാണിക്കുന്നില്ല. എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. സ്വരൂപേട്ടനാണെങ്കിൽ എല്ലാവരും അത്ര ഭംഗിയായിട്ട് സ്ക്രീനിൽ കാണിച്ചു. ചില ക്ലോസപ്പ് മറ്റേ ഫേസിൽ എക്സ്പ്രഷൻ ഒക്കെ വെച്ചപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കിടന്നിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ക്ലോസ് വെച്ചപ്പോൾ ഒരു മിഡ് ഷോട്ടിൽ ആളുടെ ഫേസിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര രസമായിട്ടാണ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കൊണ്ടാണ് ഇത് കൺവേ ചെയ്യുന്നതിൽ പല കാര്യങ്ങളും. അല്ലാതെ അതാണ് ഒരു ഡയറക്ടറുടെ ഒരു കഴിവെന്ന് പറയണം. അതായത് എന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാം ഭയങ്കര വൾഗറായിട്ട് കാണിക്കണേ അങ്ങനെ കാണിക്കാം, അതല്ലെങ്കിൽ എക്സ്പ്രഷൻസിലൂടെ കാണിക്കണേ അങ്ങനെ കാണിക്കാം. ഇത് പ്യുവർ ആർട്ടിസ്റ്റുകളുടെ ടാലന്റ് കൊണ്ട് കാണിച്ചേക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഇത് ഒരു A സർട്ടിഫൈഡ് മൂവിയാണെന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകളും അതുപോലെ തന്നെ 18+ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ നമ്മളുടെ ഒരു ക്യാപ്ഷൻ പോലെ പറയുന്നുണ്ട്, 18+ ആയിട്ടുള്ള കുട്ടികൾ തൊട്ട് വൃദ്ധമാർക്ക് വരെ പോയി കാണാൻ പറ്റുന്ന, വൃദ്ധകൾക്ക് വരെ പോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഫ്രീ ആയിട്ട് കാണാം, എൻജോയ് ചെയ്ത് കാണാം, അത്രേ ഉള്ളൂ. സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ എത്തിക്കാനുള്ളതെന്നുള്ളത്. അപ്പൊ ഇനി ഒരു ആക്ടർ എന്ന നിലയിൽ ശരിക്കും ഒരു നല്ല സിനിമകൾ കിട്ടുക, അല്ലെങ്കിൽ അത് ഓഡിയൻസ് ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിനിമകൾ ഇനിയും ലൈനപ്പിൽ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.